ടൂറിസത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളം ഒരു കാലത്ത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്നു. രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു. മാറി മാറി വന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും പറയുന്നുണ്ട്, പക്ഷെ മാറി മാറി വന്ന മന്ത്രിസഭകളും അതിലെ മന്ത്രിമാരും ഒക്കെ അതിൻ്റെ ക്രെഡിറ്റ് എടുത്തിരുന്നു. യാഥാർത്ഥ്യം ഇവിടെയുള്ളവർക്കറിയാം, ഒരു സമയത്ത് നല്ല IAS ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ചുമതലയിൽ. ഒന്ന് സാക്ഷാൽ അമിതാഭ് കാന്ത്, അതിനുശേഷം ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ വി വേണു, ഇവരൊക്കെ ടൂറിസം ഡയറക്ടർമാരായോ സെക്രട്ടറിമാരായിരുന്നപ്പോൾ ഇമാജിനേറ്റീവ് ബാലകൃഷ്ണൻ, കെ ജയകുമാർ, DG ആയിരുന്നു ടൂറിസം. അതെ, അന്ന് അവർ നടപ്പാക്കിയിരുന്ന ചില പദ്ധതികൾ അല്ലെങ്കിൽ ഒരു ബൂം തന്നെ ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ ഏജൻസീസിനെ എൻഗേജ് ചെയ്തിരുന്നു, സ്റ്റാക്കിനെ പോലെയുള്ള. പക്ഷെ ഇന്ന് അതൊന്നും അവകാശപ്പെടാൻ പറ്റില്ല. എന്ത് എക്സ്ക്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുതിപ്പ് കേരളത്തിന് കിട്ടാൻ എന്താണ്? കുതിപ്പല്ല, ആ ഒരു തിളക്കം ഇനി സാധ്യമല്ല എന്ന് വിചാരിക്കരുത്. ഞാൻ വിചാരിക്കുന്നത് ടൂറിസത്തിൽ റീവിസിറ്റിങ്ങിനുള്ള സാധ്യതയിലേക്ക് പുതിയ രുചി എന്താണ് ചാർത്തി നൽകേണ്ടത്. കോവളം 20 വർഷം മുമ്പ് വന്ന് കണ്ടുപോയ ഒരു അച്ഛനും അമ്മയും കൂടി അവരുടെ മക്കളുടെ ആരുടെയെങ്കിലും ഒരു ഹണിമൂണുമായി ബന്ധപ്പെട്ട് വീണ്ടും നമുക്ക് കോവളത്തേക്ക് പോകണമെന്ന് തോന്നിയാൽ 20 വർഷം മുമ്പുള്ള കോവളം നമ്മൾ സമ്മാനിക്കാനാണോ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന നിലയ്ക്ക്, ഒരു നിർവഹണം എന്ന നിലയ്ക്ക് വളർന്നത്? There ends the question and the answer. It relates to any such part in the other parts of the country. Prepare a new taste. Keep renewing that new taste on a 2-yearly or a 5-yearly basis. They will be forced to revisit. Otherwise, visited once and finished. And not ever back to India എന്ന് പറയുന്ന ടാഗിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? അതിഥി ദേവോ ഭവ. ആ അതിഥി ഒരിക്കൽ വന്നു പോയത് ഇനി വരണ്ട എന്നല്ല, സീസണലായിട്ട് ഇവിടെ കൊണ്ടുവരണമെന്ന് പറയുന്ന തരത്തിൽ സപ്പിളാക്കി വെക്കണം നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ദാറ്റ് ഈസ് വൈ വി സ്പെൻഡ് മണി, വിച്ച് ഇസ് ദ ടാക്സ് പേയേഴ്സ് മണി. യു ഹാവ് ടു കീപ് ഗ്രോയിങ്. And growing happens only if you have the mindset to change to the better, to the upper. അത് സംഭവിക്കണം. അതിൽ മാത്രമേ വീഴ്ച വന്നിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ ടൂറിസത്തിൻ്റെ ഒരു ഇന്ത്യൻ ചെയിനിന് ഒരിക്കലും എനിക്ക് തോന്നിയില്ല അതിനകത്ത് നമ്മൾ അൺടാപ്ഡ് ഏരിയാസ് ഉണ്ട്, പക്ഷെ ടാപ്പിംഗ് കൃത്യമായി നടന്നിട്ടുണ്ട്. അൺടാപ്ഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അമിതമായിട്ട് ഇനിയും കിടപ്പുണ്ട്. അതാണ് യു ഹാവ് ടു സ്വിം ഡീപ്പ്.